ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലുമാണ് യഥാർത്ഥ സ്നേഹം എന്ന വികാരം ഇരിക്കുന്നത്. 100 മരങ്ങൾ നടുക എന്ന ക്യാമ്പയിനുമായി മലമുകളിലേക്ക് വരുമ്പോൾ അത് ഇത്രത്തോളം മനസ്സ് നിറയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല. എന്നെ സംബന്ധിച്ച് എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും എന്നെ ഈ ക്യാമ്പയിൻ ചെയ്യാൻ പ്രേരിപ്പിച്ചതുമായ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ടു അവർ മിഷൻ, എ ജേർണി ടു പ്ലാൻ 100 ട്രീസ്. സോ ഇന്ന് നമുക്ക് ഈ ക്യാമ്പയിൻ ചെയ്യാൻ അവസരം തന്നിരിക്കുന്നത് ഇടുക്കി സ്വർഗംമേട്ടിലെ സ്വർഗം ബൈ ഉട്ടോപ്പി എന്ന പ്രോപ്പർട്ടിയിൽ നിന്നും എൽദോച്ചായനാണ്. എൽദോച്ചായൻ നമ്മുടെ പ്രോപ്പർട്ടി കാര്യങ്ങൾ, നമ്മുടെ കൺസെപ്റ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞെടുക്കാം കാര്യങ്ങളൊക്കെ. ഞങ്ങളിതൊരു ഒരു ഫുഡ് ഫോറസ്റ്റ് എന്നുള്ള നിലയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നിതിൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കൂടുതലും ഫ്രൂട്ടിംഗ് ഉണ്ട്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അപ്പോൾ സ്വർഗം ഇനി കൂടുതൽ സുന്ദരമാവും. ശരിയാണ്. നമ്മൾ ആദ്യം ഈ ഒരു പ്രോഗ്രാം ചെയ്യാനെന്നുള്ള രീതിയിൽ ഇറങ്ങി, നമ്മൾ കുറേ ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ തേടി. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് ഇറങ്ങുമ്പോൾ അതിനൊരു എവിടെ നടും എന്നുള്ളൊരു വലിയ പ്രോബ്ലമാണ് നമ്മളിങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യുമ്പോഴത്തേന്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഒരുപാട് അന്വേഷിച്ചു. നമ്മളെ ലോക്കൽ അതോറിറ്റി നമുക്ക് അങ്ങനെ വലിയ സപ്പോർട്ട് ഒന്നുമില്ല. നമ്മുടെ പബ്ലിക് റൂട്ടുകളും അല്ലെ എവിടെ ചെന്നാലും പെർമിഷൻ വേണം. ഇങ്ങനെയൊരു സംഭവം ഒരു നല്ല കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെയും നമുക്ക് പെർമിഷൻ വേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഇത് എവിടെ നടും എന്നുള്ള രീതി ഒരുപാട് അന്വേഷിച്ചാണ് നമ്മൾ ഇവിടെ വന്ന് എത്തിയത്. അവസാനം എൽദോച്ചായനെ പരിചയപ്പെട്ടത്. അപ്പോൾ എൽദോച്ചായൻ നമ്മളെ 2 യൂണിറ്റ് സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്ത് നടാം, നമുക്കിവിടെ അടിപൊളിയായിട്ട് ഈ കാര്യങ്ങൾ വിജയിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ ഏരിയയിലോടുകൂടി സ്വീകരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി പരിപാടികൾ പോകാം. അപ്പം നമ്മൾ മരങ്ങൾ നടുമ്പോൾ അത് എങ്ങനെ നടാം, ഏത് രീതിയിൽ നടാം എന്നുള്ള രീതിയിൽ ഒരുപാട് അന്വേഷിക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ സീഡ് ബോൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു പുതിയ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് വരുന്നുണ്ട്. അപ്പം മരങ്ങളുടെയും മറ്റും വിത്ത് അവർ ക്ലേയും ചാണകവും മറ്റും ചേർത്തിട്ട് സീഡ് ബോളുകളാക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഇതാണ് സീഡ് ബോൾസ് എന്ന് പറയുന്നത്. ഇത് കാണിച്ചു തരാം. പറഞ്ഞാൽ ഇതേപോലെയുള്ള ബോൾസുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവും, അതിന് ചുറ്റും ക്ലേയും പ്രൗഡങ്ങും ഒക്കെ ആയിട്ടുള്ള സീഡ് ബോൾസ്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസിലുള്ള ചെറിയ പാക്കറ്റുകളുണ്ട്. ഇതാണ് സീഡ് ബോൾസ്. അതുകൊണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കവറിങ്ങും, വളരെ സേവ് ദ നേച്ചർ ആൻഡ് സേവ് യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിഷണറി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. അതുകൊണ്ടോ ഒരു താങ്ക് യു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഗിഫ്റ്റായിട്ടൊക്കെ അവർ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്പ് സീഡ്സ് ഉണ്ട്. ഇത് ഫ്ലവേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. വെജിറ്റബിൾസ് അങ്ങനെയുണ്ട്, മാരിഗോൾഡ്, ക്ലസ്റ്റർ ബീൻസ്, വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ളൊരു പാക്കേജാണ്. പിന്നെ ട്രീസ് തന്നെയുണ്ട്. നമ്മളിന്ന് ട്രീസിൻ്റെ തന്നെയാണ് ബൾക്കായിട്ട് എടുത്തിട്ടുള്ളത്. സൺഫ്ലവറിൻ്റെ ഇതാണ് എല്ലാം. അങ്ങനെ ഓരോ വിത്തുകൾ. അപ്പോൾ ഇതാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ ഇന്നോവേഷനായിട്ട് നമ്മൾ സീഡ് ബോംബിംഗ് എന്ന് പറയാം. അത് വേറൊരു കൺസെപ്റ്റാണ്. അതായത് നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ ത്രോ ചെയ്യുന്നതിന് പകരം ഇത് ജസ്റ്റ് നമ്മൾക്ക് മരങ്ങൾ നട്ട് വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ സ്ഥലത്ത് വെറുതെ ഇങ്ങനെ വിതറി വിട്ടാൽ കൂടെ ഇതിന് മഴയുള്ള സമയത്ത് മുളയ്ക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഐറ്റമാണ്. സോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് സസ്റ്റൈനബിളായി അല്ലെങ്കിൽ റെസ്പോൺസിബിളായി ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഇത് കൈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാവലിങ് കുറച്ചുകൂടി വെർത്തിട്ടാക്കാൻ പറ്റും. കുറച്ചുകൂടി സംതിങ് ഗിവിങ് ബാക്ക് ടു നേച്ചർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് വെക്കാൻ പോകുന്നത് പീകോക്ക് ഫ്ലവർ ആണ്. പീകോക്ക് ഫ്ലവർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ രാജമല്ലി എന്ന് പറയും. രാജമല്ലിയുടെ വിത്തുകളാണ് നോക്കാൻ പോകുന്നത്. അതെ, ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. ഫ്ലവർ ട്രീ. ഓക്കെ, ഇത് ഓർമ്മ വെക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ട് ഒന്ന് മണ്ണ് കുത്തി ഇളക്കി കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ റൂട്ട്സ് അവിടെ നിന്ന് പിടിക്കാൻ വേണ്ടി. ഈ സീഡ് ജസ്റ്റ് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുക. സീഡ് ബോൾസിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരൊന്ന് ഉറക്കാൻ വേണ്ടി മാത്രം മതി. ഓൾറെഡി മണ്ണായിട്ടാണ് വരുന്നത്. മണ്ണും ചാണകവും ഒക്കെ മിക്സ് ആയിട്ടാണ് തന്നെ. അപ്പോൾ ജസ്റ്റ് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബോളെടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വെക്കുക. നടുക്കോട്ട് ഇറക്കി വെക്കണം. മണ്ണ്. ഇതാണ് സംഭവം. അങ്ങനെ നമ്മൾ ബാക്കി വിത്തുകൾ ഒരു സൈഡിൽ നിന്നായിട്ട് അങ്ങ് നട്ടു തുടങ്ങി.
നമ്മൾ എന്തിനാണ് മരങ്ങൾ നടേണ്ടത് എന്നുള്ള ചോദ്യത്തിനേക്കാളും നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ജീവജാലങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ളത് എന്നുള്ള ചോദ്യത്തിന് വേണ്ടിയാണ് ആദ്യ ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് ഈ ഭൂമി സർവൈവ് ചെയ്യുക ആൻഡ് റീപ്രൊഡ്യൂസ് ചെയ്യുക, 2 ഈ ഒരു എൻവയോൺമെന്റിന്റെ എക്സ്പാൻഷന് കാരണമാവുക എന്നുള്ളതാണ്. മനുഷ്യനോ മൃഗമോ പുല്ലോ ചെടിയോ മരമോ അങ്ങനെ എല്ലാത്തിനും ഈ ഒരു പർപ്പസാണുള്ളത്. പ്രകൃതിയിലുള്ള മറ്റെല്ലാ സ്പീഷീസുകളും ഇത് കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ മനുഷ്യർ മാത്രം പ്രകൃതിയുടെ ഒരു എക്സ്പാൻഷന് പകരം അതിൻ്റെ ഡിസ്ട്രക്ഷനാണ് കാരണമാകുന്നത്. പണ്ട് നമ്മൾ കഴിച്ചിട്ട് വലിച്ചെറിയുന്ന പഴങ്ങളുടെയും മറ്റും വിത്ത് എവിടെയെങ്കിലും ചെന്ന് കിടന്ന് മരമായി പൊട്ടിമുളയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ പോലും അറിയാണ്ട്. കാരണം അങ്ങനെയാണ് നേച്ചർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഒരു മോഡേൺ ലൈഫിൽ അങ്ങനത്തെ ഒരു സാഹചര്യമേ ഇല്ല. വിച്ച് മീൻസ് നൗ വി ആർ ലിവിങ് എ ലൈഫ് ദാറ്റ് ലോസ് ടച്ച് വിത്ത് അവർ ഡീപ്പർ പർപ്പസ്. സോ ഇത് മനസ്സിലാക്കിയെടുത്തു നിന്നാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ്റെ ഐഡിയ തന്നെ വരുന്നത്. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള മരം ഒരു വർഷം ഏകദേശം 22 കിലോ കാർബൺ അബ്സോർബ് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിൽ 100 പേർക്ക് ഓരോ മരം വെച്ച് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ ഏകദേശം 2.25 ടണ്ണോളം കാർബണാണ് നമുക്ക് ഒരു വർഷം നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സക്സസ് അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും ആസ് എ ഹ്യൂമൻ നമ്മുടെ ബേസിക് പർപ്പസ് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒരിക്കലും പൂർണ്ണമാവില്ല. അപ്പോൾ നമ്മുടെ 100ാമത്തെ ഇതാണ് കേട്ടോ. ഏകദേശം 99 കംപ്ലീറ്റ് ചെയ്തു. ഇനി അവസാനത്തെ ഇതാണ്, ഒരു ലേറ്റ് ആയി, അപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തു. ഓക്കെ, സോ ഷോ സം ലവ് ടു യുവർ മദർ നേച്ചർ. നേച്ചറിന് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ വാല്യുബിൾ ആയി തോന്നുകയാണെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.